32-ാം അധ്യായത്തിന്റെ 27-ാം തിരുവചനം ഒരാൾക്ക് വളരെ വേഗത്തിൽ വായിക്കുക. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ട്. അതിനിടയ്ക്കാം എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വലിയൊരു സ്തോത്രത്തോടെ ഇന്ന് രാത്രിയിൽ വിവിധമായ ആവശ്യങ്ങളുടെ മധ്യേ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. കടഭാരത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ദുഃഖത്തോടാണ് ഈ ആലയത്തിനകത്ത് നിങ്ങൾ കയറിയിരിക്കുന്നെങ്കിൽ സ്തോത്ര വേദനയോട് കൂടിയാണ് ഈ ദൈവവചനം നിങ്ങൾ ശ്രമിക്കുവാൻ പോകുന്നു എങ്കിൽ നിങ്ങൾ ഈ ദൈവവചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലുണ്ടാകും. എല്ലാവരും വായി തുറന്ന് സ്തോത്രത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശ്രീയേശു നാമം അതിശയനാമം, ഇൻപനാമം. ശ്രീയേശു നാമം അതിശയനാമം, എനിക്കിൻപനാമം. പാപപരിഹാരാർത്ഥം ഭാവകരെ തേടി പാരിടത്തിൽ
പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം നിങ്ങൾ കേൾക്കുന്ന ദൈവവചന ഓ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുക. എല്ലാവരും കരങ്ങളെ വെച്ച് ഓ ചില മിനിറ്റുകളെല്ലാം ദൈവത്തെ സ്തുതിച്ചാല് അഭിഷേകത്തോടെ അന്യഭാഷയിൽ ആരാധിക്കുന്ന ദൈവമക്കള് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. പരിശുദ്ധാത്മാവിന്റെ ശേഖരണ മകത്ത് ഓ ഈ ചർച്ച് ഹാളിൽ ഹല്ലേലൂയ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ മകത്ത് വെളിപ്പെടട്ടെ. ഓ ഇന്ന് രാത്രികാലം സ്വർഗത്തിന്റെ മകത്ത് ഹല്ലേലൂയ. ഈ സുവിശേഷ യോഗത്തിന്റെ 3-ാം ദിവസം രാത്രിയിൽ ഞങ്ങൾ ആരാധിപ്പാനും സ്തുതിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് നൽകിയ കൃപകൾക്കായി സ്തോത്രം. വായിച്ച ദൈവവചനം അങ്ങനെ വചനമാണ്. ഓ കേൾക്കുന്ന മക്കൾ നിന്റെ മക്കളാണ്. കർത്താവേ ഇന്ന് രാത്രികാലം ദൈവവചനം കേൾക്കുന്ന സകലരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ വിടുവിക്കണമേ. ഇരമ്യ 33:6 പറയുന്നു, ഞാൻ രോഗശാന്തിയും ആരോഗ്യം വരുത്തി അവരെ സൗഖ്യമാക്കും. 15:26 ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. യെശയ്യാ 53:4 സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു ഞങ്ങളുടെ വ്യാധികളെ ചുമന്നിരിക്കുന്നു. ഇന്ന് രാത്രികാലം രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, ഭൂതസ്ഥർ വിടുവിക്കപ്പെടട്ടെ. വിവിധ പ്രശ്നത്തിന്റെ നടുവിൽ ദൈവവചനം കേൾക്കുന്ന സകലരെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. സ്വർഗ്ഗത്തിന്റെ മഹത്വം വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 5 അപ്പോൾ 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവൻ, ഇസ്രായേൽ ജനത്തിന് മന്ന കൊടുത്തവൻ, ഹല്ലേലൂയ, തീക്കനൽ പാറിയുന്ന വെള്ളം പുറപ്പെടുവിച്ചവൻ. ഇന്ന് രാത്രികാലം വചനം കേൾക്കുമ്പോൾ തന്നെ കർത്താവിന്റെ മഹത്വത്തിന്റെ ശക്തി അങ്ങ് വെളിപ്പെടുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അടിയനെ മറച്ച് അങ്ങ് വെളിപ്പെടണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം. നല്ല കർത്താവേ, ആമേൻ. സന്തോഷമുള്ള എല്ലാ ദൈവമക്കളും കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഴയുടെ പ്രതികൂലങ്ങളുണ്ട് എങ്കിലും ഈ ദേശത്തിൽ മഴയൊക്കെ മാറ്റി കാലാവസ്ഥ അനുകൂലമാക്കി ഈ രാത്രിയുടെ വേളയിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവവചനം കേൾക്കുവാൻ നമ്മെ കൊണ്ടുവന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാത്രി നമ്മൾ വായിച്ചു കേട്ട വചനം ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമാകുന്നു. ഞാൻ സകലത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇന്ന് രാത്രി കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ ഉണ്ടാകില്ലേ എന്ന ചോദ്യത്തോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവവചനത്തിൽ നിന്ന് എനിക്ക് പറയുവാൻ കഴിയുന്നത് ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ വായിക്കുമ്പോൾ അനേക ദൈവഭക്തന്മാരെ ദൈവം ഈ ലോകത്തിൽ നിന്ന് സ്തോത്രം വിളിച്ച് വേർതിരിച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് മതിയാവനായി അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് അവരുടെ തലമുറകളെ അനുഗ്രഹിച്ച് സ്തോത്രം അവർക്ക് ലോകസഭയ്ക്ക് നൽകി അവരുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകിയ ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഇന്ന് രാത്രിയിൽ ഈ ആലയത്തിനകത്തേക്ക് നിങ്ങൾ കയറിയിരിക്കുമ്പോൾ കയറി വന്നപ്പോൾ എന്റെ ജീവിതത്തിൽ
പ്രൈസ് ദി ലോർഡ്. യിരെമ്യാ 33-ന്റെ സ്തോത്രം 3-ാം വാക്യം പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കുക, നീ അറിയാത്തതും അഹോചകമായ കാര്യങ്ങളെ ഞാൻ അറിയിക്കും. സ്തോത്രം. അതേ വേദപുസ്തകത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്, അപ്പോസ്തല പ്രവൃത്തി 4:12, മറ്റൊരുത്തിന് രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവങ്ങളായി തീരുവാൻ അധികാരം കൊടുത്തു. ഇത് രാത്രിയിൽ ഒരു പ്രത്യേക 1-2 വിഷയങ്ങൾ നിങ്ങളോട് അവതരിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 12-ാം അധ്യായത്തിൽ വളരെ ശ്രദ്ധേയനായ വിശ്വാസത്തിന് വേണ്ടി നിന്ന ഒരു ധീരനായ വ്യക്തിയാണ് അബ്രഹാമും കുടുംബവും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ ഒരാൾക്ക് വേഗത്തിൽ വായിക്കാം. യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനുള്ള ദേശത്തേക്ക് പോകുക. ഞാൻ നിന്നെ വലിയ ഒരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. സ്തോത്രം. നോക്കുക, സ്തോത്രം. എന്തുകൊണ്ടാണ് അബ്രഹാമിനെ ദൈവം ഇപ്രകാരം വിളിച്ചത്? അതിന്റെ മറുപടിയാണ് മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ച് ഈ വിഷയത്തിലേക്ക് മടങ്ങി വരാം. വായിക്കാം. മത്തായി സുവിശേഷം. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. ഈ ലോകത്തിൽ കർത്താവായ യേശു ജനിക്കുമ്പോൾ അബ്രഹാമിന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ ദാവീദിന്റെ വംശാവലിയിൽ ഭരണമെന്നാണ് സ്വർഗത്തിലെ പിതാവായ ദൈവത്തിന്റെ തീരുമാനം. അതുകൊണ്ട് സ്തോത്രം, നീണ്ട 75 വർഷക്കാലം വിഗ്രഹങ്ങളെ ആരാധിച്ച് അതിന്റെ പുറകെ ജീവിച്ചതായ സ്തോത്രം, ദൈവത്തെ മുൻപേയും പിൻപേയും അറിയാതെ ജീവിച്ചതായ സ്തോത്രം ഒരു മഹാനായ വ്യക്തിയായിരുന്നു അബ്രഹാം. അദ്ദേഹത്തെ ദൈവം സ്തോത്രം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനുള്ള ദേശത്തേക്ക്, സ്തോത്രം, ഞാൻ നിന്നെ കാണിപ്പാനുള്ള ദേശത്തേക്ക് നീ പോകണം, നീ കുടുംബമായി പുറപ്പെടണം, നീ പിതൃഭവനത്തെയും സ്തോത്രം ചാർച്ചക്കാരെയും സകലരെയും വിട്ട് പുറപ്പെടുക. നോക്കുക, സ്തോത്രം, താൻ മുൻപും പിൻപും നോക്കാതെ സ്തോത്രം വിളിച്ചവൻ സർവശക്തനായ ദൈവമാണ്, എന്നെ നടത്തുവാൻ കഴിവുള്ള ദൈവമാണെന്നുള്ള ചിന്തയോടെ വിശ്വാസത്തോടെ ആ വിളിയിൽ തന്നെ സ്തോത്രം വളരെ ആ വിളി കേട്ടപ്പോൾ വിളിച്ചവൻ ആരെന്ന് മനസ്സിലായി. തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദത്തിന് താൻ കീഴ്പ്പെട്ട് ഇറങ്ങി തിരിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, നിന്നോട് കർത്താവ് സംസാരിക്കുമ്പോൾ, സുവിശേഷം നീ കേൾക്കുമ്പോൾ, സ്തോത്രം, വിളിച്ച ദൈവത്തിന്റെ പുറകെ നീ ദൈവ ശബ്ദം കേട്ട് അബ്രഹാമിന്റെ കുടുംബത്തിന് ദൈവം അനുഗ്രഹമായതുപോലെ നിന്റെ കുടുംബത്തിന് നിന്റെ ദേശം അനുഗ്രഹമായിരിക്കും. സ്തോത്രം. നോക്കുക, 75 എന്ന വയസ്സ് നമ്മൾ ഓർക്കുമ്പോൾ ഒരു സ്കൂൾ അധ്യാപകൻ 55 58 വയസ്സിൽ റിട്ടയർമെന്റ് ആകുന്നു. പിന്നെ വീട്ടിൽ ചെലവഴിക്കുന്ന സമയമാണ്. ആ സമയത്ത്, ആ പ്രായമുള്ള സമയത്ത് സ്തോത്രം, പ്രായം നോക്കാതെ സ്തോത്രം, ദേശമറിയാതെ വിളിച്ചേക്ക് നോക്കിക്കണ്ട് താൻ ഇറങ്ങി തിരിച്ചു. താൻ പോയിടത്തെയും സ്തോത്രം 9 സ്ഥലങ്ങളിൽ കൂടാരം അടിച്ചു. അവർക്ക് ദൈവവചനം പറയുന്നു, ദൈവനാമത്തിലുള്ള ദൈവനാമത്തിൽ സ്തോത്രം താൻ യാഗപീഠം പണിത് യാഗം സമർപ്പിച്ച് ദൈവത്താൽ സ്തോത്രം അനുഗ്രഹം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹല്ലേലൂയ. 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 6
നമുക്ക് വായിക്കാം. അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായെന്നാൽ അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. അതിന് അബ്രഹാം കർത്താവായ യഹോവേ നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എന്റെ അവകാശി ദമേശ്കാരനായ ഈ എലിയാസർ എന്ന് പറഞ്ഞു, നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശമാകുമെന്ന് അബ്രഹാം പറഞ്ഞു. മതി. ഹല്ലേലൂയ. നോക്കുക, നമ്മുടെ സ്തോത്രം അത് പ്രധാന പോയിന്റ് അല്ലെങ്കിൽ മെസ്സേജിന്റെ ആദ്യത്തെ പോയിന്റ് നമ്മൾ വായിച്ചത് സ്തോത്രം, ഞാൻ സകല ജഡത്തിലെ ദൈവമാകുന്നു, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അബ്രഹാം ദൈവ ശബ്ദം കേട്ടിറങ്ങി ദൈവനാമത്തിൽ ആരാധിച്ചു, കുടുംബമായി തിരിച്ചു. പക്ഷേ തന്റെ ജീവിതത്തിൽ സ്തോത്രം തന്റെ കുടുംബത്തിൽ എല്ലാ നന്മകളുമുണ്ട്, ദാസന്മാരുണ്ട്, ആടുമാടുകളുണ്ട്, നല്ല സമ്പത്തുണ്ട്. ബൈബിൾ പറയുന്നു താൻ ബഹുസമ്പന്നനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു വിഷയത്തിൽ അവൻ കുറവുള്ളവനായിരുന്നു. ഇന്ന് എത്രയോ വ്യക്തികൾ, കോടീശ്വരന്മാർ, ലക്ഷയായി ജീവിക്കുന്ന പല പ്രിയപ്പെട്ടവരും എല്ലാം ഉണ്ടെങ്കിലും മക്കളില്ലാത്തവരായി കാണുന്നവരുണ്ട്. ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രാർത്ഥന ഹാളിൽ അപ്രകാരമുള്ള അനേകർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവർക്ക് സന്തതിയെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി സ്തോത്രം, ദൈവത്തിന്റെ മക്കളെ, ദേശനിവാസികളെ സ്തോത്രം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. താൻ ചോദിക്കുന്നത് സ്തോത്രം, ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. അവകാശി ദമസ്കസുകാരനായ എലിയാസറാണോ ചോദിച്ചു. ഇല്ല, നിനക്ക് ഞാൻ ഒരു മകനെ തരും. പ്രൈസ് ദി ലോർഡ്. നീ ഇന്ന് 25 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ദൈവം തന്റെ ജീവിതത്തിൽ ഒരു അബ്രഹാമിന് സാധകമായി ഒരു ഇസ്ഹാക്കിനെ കൊടുത്തു. അവൻ വളരെ ശ്രദ്ധാപൂർവം ആ മകനെ വളർത്തി, വളരെ ഓമനിച്ച് വളർത്തി, വളരെ സ്നേഹത്തിൽ വളർത്തി. എന്നാൽ ആ സമയത്താണ് ദൈവം ഒരു പരീക്ഷ അനുവദിച്ചത്. ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഇന്ന് രാത്രികാലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരീക്ഷ വരുന്നെങ്കിൽ, ഒരു ടെസ്റ്റ് വരുന്നെങ്കിൽ, അതിനപ്പുറം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തകർച്ചയല്ല വരുന്നത്, ഒരു വലിയ വിടുതലിന് വേണ്ടിയാണ്. ഇന്നത്തെ രാത്രികാലം പരീക്ഷാ ഘട്ടങ്ങളിൽ കൂടെ, വേദനയിൽ കൂടെ, ശോധനയിൽ കൂടെ, കണ്ണുനീരിൽ കൂടെ, തീരാരോഹത്തിൽ കൂടെ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ കർത്താവായ യേശു പറയുന്നു, സ്തോത്രം, ഞാൻ നിന്നെ പിടിവിക്കുന്ന കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ വയസ്സാം കാലത്ത് സ്തോത്രം ജനിച്ചതായ അബ്രഹാമിന്റെ കുടുംബമായി വളരെ സ്നേഹിച്ച് വളർത്തി സ്തോത്രം ബാലനായി തീർന്നപ്പോൾ കർത്താവ് ഒരു പരീക്ഷ വെച്ചു. വായിച്ചാട്ട് 22 ഉൽപ്പത്തി 1 മുതൽ ചില വാക്യങ്ങൾ. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചെന്നാൽ അബ്രഹാമിനെ വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഭാഗം. അബ്രഹാം ആദ്യകാലത്ത് എഴുന്നേറ്റ് പിന്നെ വായിച്ചു നോക്കുക. അബ്രഹാം ദൈവത്തോട് സ്തോത്രം, ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ. ആദ്യം വായിച്ചു, അബ്രഹാമിനെ ഒരു പരീക്ഷയിൽ കൂടെ കടത്തിവിട്ടു. അനേകർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ദൈവം നന്മകൾ തന്നിട്ട്, ദൈവം അനുഗ്രഹങ്ങളെ നൽകിയിട്ട് എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള
എന്നോട് ചോദിച്ചാൽ സ്തോത്രം പരീക്ഷയാണ് സ്തോത്രം ജയപരാജയങ്ങളെ കണ്ടെത്തുവാനിടയാകുന്നത്. രാത്രികാലം ഏതെങ്കിലും പരീക്ഷയിൽ കൂടെ, പോരാട്ടത്തിൽ കൂടെ, പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നു എങ്കിൽ അത് നിങ്ങളെ തോൽപ്പിക്കുവാനല്ല, അതിലൊരു വലിയ ജയം നൽകുവാൻ വേണ്ടിയാണ് ആ പരീക്ഷ കടന്നു വരുന്നത്. എന്നാൽ അബ്രഹാമിന് 15-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, അബ്രഹാമേ ഭയപ്പെടേണ്ട. അബ്രഹാമിനെ ഭയപ്പെടുത്തുന്ന വിഷയങ്ങൾ തന്റെ കുടുംബത്തിൽ വരുന്ന ദൈവം കണ്ടിട്ട് 15-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ എന്റെ പരിചയും പലകയുമാകുന്നു. ഇന്ന് രാത്രികാലം ഭയത്തോടെ ഈ വചനം കേൾക്കുന്നെങ്കിൽ അവൻ പരിചയാണ്, അവൻ പലകയാണ്. നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. 365 പ്രാവശ്യം വിശുദ്ധ ബൈബിളിൽ പറയുന്നു ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്. യെശയ്യാ 41:10 പറയുന്നു ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള ഫലം കൈകൊണ്ട് താങ്ങും. അബ്രഹാമിനോട് ദൈവം പറഞ്ഞപ്പോൾ ആ വിഷയത്തിൽ ഓക്കെ പറഞ്ഞു. തന്റെ ഭാര്യയായ സാറയോട് ആ വിഷയം പറഞ്ഞില്ല. സാറയോട് ആ വിഷയം പറഞ്ഞെങ്കിൽ ആ കാര്യം നടക്കത്തില്ല. അബ്രഹാം അധികാരത്തെഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ആ ബാല്യക്കാർ രണ്ടുപേരെയും തന്റെ മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി കോപയാഗത്തിന് വിറവേറി എടുത്തുകൊണ്ട് പുറപ്പെട്ടു വന്നി. നോക്കുക, അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ട് പ്രാപിച്ചതായ നീണ്ട 25 വർഷം കാത്തിരുന്നതായ ഒരു മകനാണ് ഇസ്ഹാക്ക്. സ്തോത്രം. താൻ സ്നേഹിക്കുന്ന മകനെ ദൈവത്തിന് വേണ്ടി യാഗം സമർപ്പിക്കുവാൻ ദൈവം സ്തോത്രം തന്നെ കൂടാതെ തന്റെ ഭാര്യയായ സാറയോട് പറയാതെ താൻ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അധികാലത്തെ എഴുന്നേറ്റ് വിറക് അടുക്കി കീറി സ്തോത്രം അടുക്കി സ്തോത്രം ഹല്ലേലൂയ. അതേ കഴുതയ്ക്ക് കോപ്പിട്ട ബാല്യക്കാരെയും സ്തോത്രം അതേ കത്തിയും സ്തോത്രം അതുപോലെ തീമൊക്കെ എടുത്തുകൊണ്ട് യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ 3 ദിവസം അവർ യാത്ര ചെയ്ത് മോറിയ മലയുടെ താഴ്വരയിലെത്തി. അപ്പോൾ അബ്രഹാം പറയുന്നൊരു ശബ്ദമുണ്ട്. ഓ സ്തോത്രം. നീ ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ കഴുതയുമായി ഇവിടെ നിൽപ്പിൻ, ഞാനും മകനും യാഗം കഴിഞ്ഞിട്ട് ആരാധന കഴിഞ്ഞിട്ടും മടങ്ങി വരും. ഹല്ലേലൂയ. അബ്രഹാം സ്തോത്രം ഭവനത്തിൽ തിരിച്ചപ്പോൾ യാഗമൃതം ഇല്ലായിരുന്നു. മോറിയ മലയുടെ സ്തോത്രം ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ യാഗമൃതം ഇല്ലായിരുന്നു. അബ്രഹാമിന്റെ പല യാഗങ്ങളും ആട്ടുകെട്ടന്മാരെ കൊണ്ടുപോകുന്നത് ഇസ്ഹാക്ക് കണ്ടിട്ടുണ്ട്. മല കയറുമ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. സ്തോത്രം സ്തോത്രം കത്തിയുണ്ട്, വിറകുണ്ട്, തീയുണ്ട്, യാഗവസ്തു എവിടെ? യഹോവ ഈരേ, ദൈവം കരുതിക്കൊള്ളും. ഹല്ലേലൂയ. എത്ര വിശ്വസിക്കുന്ന ശക്തിയായി ഹല്ലേലൂയ. നോക്കുക, ബാല്യക്കാരോട് പറയുകയാണ്, ഞാനും സ്തോത്രം മകനും ആരാധന കഴിഞ്ഞ് മടങ്ങി വരും. സ്തോത്രം. മകനോട് പറയുകയാണ്, സ്തോത്രം ദൈവം നോക്കിക്കൊള്ളും. എന്നാൽ ദൈവത്തോട് പറഞ്ഞ്, എന്റെ മകന് ഞാൻ നിനക്കായി യാഗം സമർപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. എപ്പോഴാണോ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെടുവാൻ ഈ യാഗം ചെയ്യുവാൻ മകനെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നു, അപ്പോൾ തന്നെ മോറിയ മലയുടെ ഒരു മലയിൽ യാഗം സമർപ്പിക്കുന്നതായ ആ മലയിൽ ഒരു ആട്ടുകൊറ്റനെ കരുതി. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവമേ, വിശ്വാസത്തോടുകൂടെ നീ ദൈവത്തിന്റെ മുൻപാകെ തിരിക്കുമെങ്കിൽ നീ തകർക്കപ്പെടേണ്ട സ്ഥാനത്ത്, ഓ സ്തോത്രം, നീ നശിച്ചു പോകേണ്ട സ്ഥാനത്ത് ചില കരുതലുകൾ ദൈവം ചെയ്യുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ആരും കാണാത്ത ഉയരങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർ പരാജയപ്പെടുകയില്ല, ആരാധിക്കുന്നവർ പരാജയപ്പെടുകയില്ല, ദൈവത്തെ സ്തുതിക്കുന്നവർ പരാജയപ്പെടുകയില്ല. ബൈബിൾ പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് യഹോവ
സ്വർഗത്തിൽ നോക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ ഉണ്ടാക്കിയാലും ദൈവത്തെ അവൻ ആരാധിച്ചില്ലെങ്കിൽ, ദൈവത്തെ അന്വേഷിച്ചെങ്കിൽ അവന്റെ ജീവിതം സീറോയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തെ ഉറപ്പിക്കുന്ന വ്യക്തിയായിരിക്കാം, കോടീശ്വരന്മാരിൽ ഒരാളായിരിക്കാം, സ്വന്തം സംസ്ഥാനത്തെ ഭരിക്കുന്ന വ്യക്തിയായിരിക്കാം, എങ്കിലും ഈ യേശുവിനെ അറിയാത്തയാൾ നിന്റെ ജീവിതം സീറോയായി പോകും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ ജീവിതം സീറോയല്ല, 100 ആക്കുക, 100% പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഈ ഹോളിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. കേട്ടുന്ന ദൈവത്തിലെ കരമടിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. നീ ദൈവത്തെ അറിഞ്ഞപ്പോൾ നിന്റെ ജീവിതം സീറോ എന്ന് പറഞ്ഞവരുണ്ട്, നീ തോറ്റു എന്ന് പറഞ്ഞവരുണ്ട്, നീ തകർന്നവരുണ്ട്. ഓ സ്വന്തം ഹല്ലേലൂയ. അതിന് 100% അനുഗ്രഹമാക്കി കഴിവുള്ള എന്റെ ദൈവം ഇന്ന് രാത്രിക്കാലം നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, ആരാധിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. 3 ദിവസ യാത്രയ്ക്ക് ശേഷം അബ്രഹാമും മകനും സ്തോത്രം ആ മോറിയ മലയുടെ ഒരു മലയിലേക്ക് കടന്നു പോവുകയാണ്. സ്തോത്രം. എന്നാൽ ഇസ്ഹാക്കിന് സംശയമുണ്ടായി. സ്തോത്രം. എന്റെ ഡാഡി പറഞ്ഞത് യാഗമൃഗത്തിന് ആട്ടിൻകുട്ടി ഉണ്ടെന്നല്ലോ, സ്തോത്രം, ഇവിടെ കാണുന്നില്ല. എന്നാൽ അവിടെ യാഗപീഠമുണ്ടാക്കി വിറകടുക്കി, സ്തോത്രം, തന്റെ ഓമന പുത്രനായ ഇസ്ഹാക്കിന്റെ മുഖത്തേക്ക് നോക്കി. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്തോടെയാണെങ്കിലും ഹൃദയത്തിന് വലിയ ദുഃഖമുണ്ടായിരിക്കാം. സ്തോത്രം. ഓ ഇസ്ഹാക്ക് ചിന്തിച്ചു, അപ്പാ നീ എന്നോട് പറഞ്ഞത് യാഗമൃഗം ഉണ്ടെന്നല്ലേ പറഞ്ഞത്, ഇപ്പോൾ യാഗമൃഗം എവിടെ? സ്തോത്രം. അതിന് അപ്പോഴൊന്നും മറുപടി പറഞ്ഞില്ല. എന്നാൽ സെക്കൻഡുകൾ കൊണ്ട് യാഗത്തിന്റെ ക്രമീകരണം ചെയ്ത് സ്വന്തം മകനായ ഇസ്ഹാക്കിനെ കയ്യും കാലും കെട്ടി കിടത്തിയിട്ട്, സ്തോത്രം, ഭാള ഊരിപ്പിടിച്ച ആ ഭാള തന്റെ, സ്തോത്രം, മകനെ അറുക്കേണ്ടതിന് സ്തോത്രം ആ കത്തി ഓങ്ങുമ്പോൾ അബ്രഹാമേ അബ്രഹാമേ ഭാലന്റെ മേൽ കൈവയ്ക്കരുത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ വിശ്വാസം കണ്ടിട്ട് നിനക്ക് വേണ്ടി സ്പോട്ടിൽ പ്രവർത്തിക്കുന്നവൻ ദൈവം നേരത്തെ വരത്തില്ല, താമസിച്ച് വരത്തില്ല, തക്ക സമയത്ത് വരുന്ന കർത്താവാണ്. വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി കാലം ഓ നിന്റെ ജോലി താമസിച്ചു പോയി എന്ന് പറയുന്നവരുണ്ട്, വിവാഹം താമസിച്ചു പോയിരുന്നവരുണ്ട്. താമസിച്ചല്ല, തക്ക സമയത്ത് നിനക്ക് വേണ്ടി ഭാഗ്യ ഒരുക്കുവാൻ, തക്ക സമയത്ത് വിടുതൽ തരുവാൻ എന്റെ കർത്താവിന് കഴിയും. ആ സെക്കൻഡിൽ ഒരു ശബ്ദം കേട്ടുകയാണ്. കൊമ്പക്കാട്ടിൽ കിടക്കുന്നതായ ഒരു ആട്ടിൻകുട്ടിയെ ശബ്ദം കേട്ടു. അവിടെ ഇസ്ഹാക്കിനെ മാറ്റിയിട്ട് സ്വന്തം തന്റെ മകന് വേണ്ടി, പ്രൈസ് ദി ലോർഡ്, ഓ ഒരു ഭയയാഗം ചെയ്തു. ഇത് എന്തിനെ കാണിക്കുന്നു? 2025 വർഷങ്ങൾക്ക് മുമ്പ് നാം തകരേണ്ട സ്ഥാനത്ത് 2 കല്ലുകളുടെ മധ്യത്തിൽ ഗോൽഗോഥ മലയിൽ കാൽവരി ക്രൂശിൽ എന്റെ യേശു നിനക്ക് വേണ്ടി പരമയാഗമായി തീർന്നതാണ്. ഇസ്ഹാക്കിന്റെ യാഗത്തെ വെളിപ്പെടുത്തുക. ഇന്ന് രാത്രിക്കാലം തലമടിച്ചു ദൈവം സ്വിച്ചാണ്. 2025 വർഷത്തിലൂടെ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ട് 10,000 ശ്രേഷ്ഠൻ മാറത്ത് ഭരിച്ചു കെട്ടിയവൻ വെള്ളിയോട്ടിൽ ശ്രേഷ്ഠമായ കാലവും അഗ്നി ജ്വാലയ്ക്കുള്ള കണ്ണുള്ള ദൈവം, അത്ഭുത മന്ത്രി, സ്തോത്രം, ഇരു കരവും ബാധിക്കപ്പെട്ടവനായി ഗോൽഗോഥയിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. ആ ക്രൂശിന്റെ വഴി രക്തത്തിന്റെ ശക്തി ഇന്നുണ്ട്. ഓ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇസ്ഹാക്കിന്റെ യാഗത്തിന്, സ്തോത്രം, തത്തുല്യമായ യാഗമായിരുന്നു യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗം. മാനവരാശിയുടെ പാപങ്ങളെ, സ്തോത്രം, പോക്കിയ ദൈവം. ചിലർ ചിന്തിക്കുന്നത് യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമാണ്. ഞാൻ പറയട്ടെ, ഇല്ലേ ഇല്ല, സകല മാനവരാശിയുടെ ദൈവമാണ്. 45:22 പറയുന്നു, സകല ഭൂവാസികളുമായുള്ളവരെ നിങ്ങൾ എങ്കിലേക്ക് രക്ഷപ്പെടുവിൻ, ഞാൻ അല്ലാതെ മറ്റൊരു ദൈവമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവം, ഹല്ലേലൂയ, ആ ദൈവത്തെ ഉയർത്തുന്ന
ഒരു വ്യക്തിയും തകർന്നു പോകത്തില്ല. ഒരിക്കൽ ഭക്തനായ ദാവീദ് പ്രകാരം പറഞ്ഞു, അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവിടെ ലജ്ജിച്ചു പോയില്ല. ബാലസിംഹങ്ങൾ ഇരട്ടിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും വരികയില്ല. രണ്ടാമതായി നമുക്ക് പുതിയ നിയമത്തിലേക്ക് കടന്നു വരാം. യോഹന്നാന്റെ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 17-ഉം 18-ഉം വാക്യം ഒരാൾക്ക് വളരെ വേഗത്തിൽ വായിക്കാം. യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്ന് അറിഞ്ഞ് ബേഥാനിയ യെരൂശലേമിനരികെ ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. മാർത്തയും മറിയയും മതി നോക്കുക. നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ 3 വർഷം മിനിസ്ട്രിയുടെ സമയങ്ങളിൽ കർത്താവായ യേശു വളരെയധികം വിസിറ്റ് ചെയ്ത ഒരു ഭവനമാണ് ബേഥാനിയയിലെ ലാസറിന്റെ ഭവനം. ഏത് സൺഡേ സ്കൂൾ കൊച്ചുമക്കളോട് ചോദിച്ചാലും അതറിയാം. പാഠം പോലെ. എന്നാൽ ഇതൊരു മിറാക്കിളാണ്. ഹല്ലേലൂയ. യേശു പലപ്പോഴും പോയി അവിടെ വിശ്രമിക്കുകയും അവിടെ ഭക്ഷിക്കുകയും ചെയ്ത ഒരു ഭവനമാണ്. ഒരു ദിവസം സ്തോത്രം കർത്താവിന് ഒരു അറിയിപ്പ് കിട്ടി, നിന്റെ സ്നേഹിതനായ ലാസർ ദീനമായി കിടക്കുകയാണ്. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞത്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവനാമത്തിന്റെ മഹത്വത്തിനായി. എന്നാൽ ദീനം വളരെയധികം കൂടി, രോഗം വളരെയധികം കൂടി. താൻ മരിച്ചിട്ടും യേശു കർത്താവ് അവിടേക്ക് എത്തുന്നില്ല. സ്തോത്രം ഹല്ലേലൂയ. ഈ വാർത്ത അറിഞ്ഞിട്ടും യെരൂശലേമിൽ 2 ദിവസം യേശു താമസിക്കുകയാണ്. 4-ാം ദിവസം തന്റെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ മാർത്ത പറയുകയാണ്, ഗുരു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ സ്നേഹിതനായ ലാസർ മരണപ്പെട്ടു പോകയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു കൊടുത്ത മറുപടി, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. അതാണ് ക്രിസ്തീയ വിശ്വാസം. ഈ ലോകത്തിൽ എല്ലാവരും മരിക്കുന്നുണ്ട്. മനുഷ്യരായി ജനിച്ച സകലരും മരിക്കുന്നുണ്ട്. അത് പറയുന്നത്, മരണമെന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള ഒരു പ്രമോഷനാണ്, സ്വർഗത്തിലേക്കുള്ള വഴികാട്ടിയാണ്. സ്വത്രം നമ്മുടെ മരണം കൊണ്ട് തീർന്നു പോകാത്ത ഒരു നിത്യത കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് ഏറ്റവും വലിയ അത്ഭുതമാണ്. നോക്കുക, സ്തോത്രം ഇവിടെ പറയുന്നുണ്ട്. സ്തോത്രം വായിച്ചാട്ടെ. അതിന്റെ 12-ാം അധ്യായത്തിന്റെ 12-13 വാക്യം നമുക്ക് വായിക്കാം. ശിഷ്യന്മാർ അവനോട്, 12-13 ആണോ നമ്മുടെ സ്നേഹിതനായ 12-13 നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നെങ്കിൽ ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവനോട് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട് കർത്താവേ, അവൻ നിദ്ര കൊള്ളുന്നെങ്കിൽ അവന് ശ്രമിക്കപ്പെടുമെന്ന് പറഞ്ഞു. യേശു അവന്റെ ഭരണത്തെ കുറിച്ചാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് മരണം ഒരു നിദ്രയാണ്. പ്രൈസ് ദി ലോർഡ്. മരണം ഒരു ഉറക്കമാണ്. മരണത്തോട് എല്ലാം അവസാനിക്കുമെങ്കിൽ ഇപ്രകാരം ഒരു മീറ്റിംഗിന്റെ ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. മരണത്തിന് അടുത്ത് നമുക്കൊരു നിത്യത ഉണ്ടെന്നും നിത്യ സ്വർഗമുണ്ടെന്നും നാം അവിടേക്ക് പോകുവാൻ വേണ്ടിയാണ് ദൈവത്തെ ആരാധിക്കുന്നെന്നും സകല മനുഷ്യരും ഒരുപോലെ പറയുമ്പോൾ തികച്ചും വ്യത്യസ്തമായി ക്രിസ്ത്യാനിയായി നമ്മൾ വിശുദ്ധ ബൈബിളിൽ നിന്ന് ഈ നിത്യതയെ കുറിച്ച് വളരെ ശക്തമായി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എങ്ങനെയെങ്കിലും ആരാധിച്ചാൽ, എവിടെയെങ്കിലും പോയി ആരാധിച്ചാൽ സ്വർഗത്തിൽ പോകത്തില്ല. ഒരു ഭക്തൻ ഒരിക്കൽ പറഞ്ഞു, എല്ലാ നദികളും ഒഴുകി സമുദ്രത്തിൽ പോകുന്നത് പോലെ സകല മതങ്ങളും സകല വ്യക്തികളും സ്തോത്രം സ്വർഗത്തിൽ എത്തുമെന്നാണ്. അങ്ങനെ ഒരു യേശുവിനെ വിശ്വസിക്കുന്നവർ അകപ്പെടുന്ന അറിയപ്പെടുന്നവർ ഒന്നും ആ നിലയിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. നിങ്ങൾ ശരിക്കും ബൈബിൾ വായിക്കണം, ശരിക്കും പ്രാർത്ഥിക്കണം.
വേണ്ടിയാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. നോക്കാം, നമ്മുടെ സഹോദരനായ ലാസർ നിദ്ര കൊള്ളുന്നെങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു. ശിഷ്യന്മാർ അവനോട്, കർത്താവേ, അവൻ നിദ്ര കൊള്ളുന്നു എങ്കിൽ അവനെ ശമിക്കാൻ വരുമെന്ന് പറഞ്ഞു. യേശു അവന്റെ മരണത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ മാർത്ത എന്ന് പറഞ്ഞു. 21 22 വാക്യം മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുമെന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ ഭാഗം വളരെ ശ്രദ്ധിക്കുക. ബൈബിൾ വായിക്കുക. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാൽ ഇന്ന് രാത്രി ഭാരതോടെ പ്രശ്നത്തിന്റെ മധ്യത്തിൽ, രോഗത്തിന്റെ മധ്യത്തിൽ, ഞെരുക്കത്തിന്റെ മധ്യത്തിൽ, കടഭാരത്തിൽ നീ ദൈവത്തോട് അപേക്ഷിക്കുന്ന കാര്യങ്ങൾക്ക് അവൻ ഉത്തരം നൽകും. പ്രൈസ് ദി ലോർഡ്. 4:6 പറയുന്നു, നമ്മെക്കുറിച്ച് വിചാരപ്പെടേണ്ട, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ എന്റെ സന്നിധിയിൽ അറിയിക്കട്ടെ വേണ്ടത്. 19 പറയുന്നു, ക്രിസ്തയേശുവിന്റെ മതപ്രകാരം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ അവൻ തീർത്തു തരും. പ്രൈസ് ദി ലോർഡ്. നിത്യജീവമൊഴികൾ അങ്ങിലുണ്ട് പാരേലേ, നിത്യജീവമൊഴികൾ അങ്ങിലുണ്ട് പാരേലേ, അങ്ങേ വീട്ടി കാടിയങ്ങൾ എന്നോ ഈ വാസകരപടിപ്പടികൾ, അങ്ങേ വീട്ടി കാടിയങ്ങൾ എന്നോ ഈ വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവസമ്പത്ത് യേശുവേ, നീയല്ല എല്ലാ ഭൂമിൽ ആശ്രയിപ്പാനാരുമേ, നീയല്ല എല്ലാ ഭൂമിൽ ആശ്രയിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്ത് യേശുവേ, ലോകത്തിൽ ഞങ്ങൾക്കുള്ള എല്ലാം നഷ്ടമാകിയും ലോകധാർമ്മികം ദുഷിച്ചിടുമ്പോൾ യേശുവേ, ലോകധാർമ്മികം ദുഷിച്ചിടുമ്പോൾ യേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്ത് യേശുവേ, നീയല്ല എല്ലാ ഭൂമിൽ ആശ്രയിപ്പാനാരുമേ, നീയല്ല എല്ലാ ഭൂമിൽ ആശ്രയിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്ത്. ജീവന്റെ വചനങ്ങളാണ് നിങ്ങൾ ഇന്ന് രാത്രി കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. അത് കർത്താവ് മാർത്ത പറയുകയാണ്, ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും. ഞാൻ അറിയുന്നു. കർത്താവ് പറഞ്ഞത് സ്തോത്രം. യേശു അവരോട് സ്തോത്രം, നിന്റെ സഹോദരൻ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത ഭാഗം വായിച്ചാട്ടെ. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. 15-ാം അധ്യായത്തിന്റെ 25-ഉം 26-ഉം വാക്യവും വളരെ വ്യക്തമായി പറയുന്നു. വായിച്ചാട്ടെ. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കത്തില്ല. ഇത് പറഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തു അവനെ വെച്ച സ്ഥലം എവിടെയെന്ന് ചോദിച്ചു. അവിടേക്ക് പോകുമ്പോൾ പരീശന്മാരും ന്യായശാസ്ത്രിമാരും അന്നത്തെ ന്യായപ്രമാണികളൊക്കെ യേശു ക്രിസ്തുവിനെ കല്ലെടുത്തു. യേശു കർത്താവ് പ്രതികരിച്ച
നമ്മുടെ പ്രധാനികൾ, രാജ്യം ഭരിക്കുന്നവർ ചോദിക്കുന്നില്ല എത്രയോ പാസ്റ്റർമാരെ ഒന്ന് മുടിക്കുന്നുണ്ട്, സഭകൾ അടച്ചുപൂട്ടുന്ന. ഞാൻ പറയട്ടെ, അവരൊക്കെയും സന്ദർശിക്കുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. മലാക്കി 4:1 പറയുന്നു, കാത്തുന്ന ദിവസം വരും, അന്ന് സകല ദുഷ്പ്രവൃത്തിക്കാരും സകല സ്തോത്രമളിയ അഹങ്കാരികളും ധാരണയാകും. ഹല്ലേലൂയ. ഇന്ന് ദൈവമക്കളോട്, ക്രിസ്ത്യാനികളോട്, സ്തോത്രം ലോകരാഷ്ട്രങ്ങളോട് കൊലപാതകത്തിലേക്ക് നടത്തിവിടുന്ന അനേകരുടെ സ്തോത്രം അവരൊക്കെ നല്ലവരെന്ന് പറഞ്ഞുകൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത്. ഒരു ദിവസം ന്യായാധിപ സംഘത്തിൽ അവർ നിൽക്കേണ്ടി വരും. ഹല്ലേലൂയ. അവിടെ പാർപ്പിടം കൂരിട്ടുകാണുന്ന നരകമാണ്. അതിൽ ഏതായാലും ഞാൻ വിളിച്ചു പറയട്ടെ, ചങ്കൂട്ടത്തിൽ വിളിച്ചു പറയട്ടെ, യേശുവിനെ സ്വീകരിക്കാതെ, യേശുവിന് വേണ്ടി ജീവിക്കാതെ പോകുന്നവർക്ക് സകലവും പാതാളത്തിലേക്ക് പോകേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കർത്താവ് നമ്മുടെ സ്വർഗ്ഗം ഓപ്പൺ ആക്കിയിരിക്കുകയാണ് യേശുവിനെ കൈക്കൊണ്ട വ്യക്തികൾക്ക്. യേശു ലാസറിനെ ഉയർപ്പിക്കാൻ പോകുമ്പോൾ നോക്കുക, പരീക്ഷന്മാരും ന്യായപ്രമാണികളും എല്ലാവരും എതിരായി നിന്നു. യേശു കർത്താവ് കല്ലറ വാതിൽക്കൽ പോയിട്ട് കല്ലിട്ട് പറഞ്ഞു, ലാസറേ പുറത്ത് വരിക എന്ന് പറഞ്ഞു. ലാസർ പുറത്തേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. ലാസർ പുറത്തേക്ക് വന്നതുപോലെ ഞാൻ ഇതിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം നമുക്ക് വായിക്കാം. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ഊഴ ശബ്ദത്തോടും ദൈവത്തിന്റെ കാളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവർ അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളെടുക്കപ്പെടും. ആ പ്രത്യാശയുള്ള കരങ്ങളെ ഉയർത്തിയോ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ സ്തോത്രം കടഭാരം മാറുന്നതല്ല, രോഗസൗഖ്യമാകുന്നതല്ല, വീട് കിട്ടുന്നതല്ല, ഈ ലോകത്തിലെ താൽക്കാലിക നന്മകളൊക്കെ ഒരു ദിവസം വിട്ടേച്ച് പോകേണ്ടി വരും. എന്നാൽ നിങ്ങൾ ആത്മാവിൽ സ്തോത്രം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജലസ്നാനം സ്വീകരിച്ച് അഭിഷേകം പ്രാപിച്ച് ദൈവസഭയുടെ അംഗമായി കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു വിശുദ്ധ മണവാട്ടിയായി മാറുന്നെങ്കിൽ, ഞാൻ മരിച്ചു പോയാൽ സ്തോത്രം ഹല്ലേലൂയ, കർത്താവിന്റെ കാഹള ശബ്ദം സ്വർഗ്ഗത്തിൽ നിന്ന് ആകാശത്തിലേക്ക് ആകാശ മേഘങ്ങളിൽ വെളിപ്പെടുമ്പോൾ സ്തോത്രം കർത്താവിന്റെ ഗംഭീരനാദം പ്രധാന ശബ്ദം ദൈവത്തിന്റെ കാഹളം മുഴങ്ങുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. നാം ആദ്യം കണ്ടത്, ഞാൻ സകല ജഡത്തിന്റെ ദൈവമാകുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഒരു ശാസ്ത്രജ്ഞനോട് ഒരു ശക്തനായ ദൈവദാസൻ ഇപ്രകാരം പറയുവാനിടയായി, സ്തോത്രം അതൊക്കെ വെറും തെറ്റാണ്, അതൊക്കെ വെറും തെറ്റാണ്, സ്തോത്രം അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. ആ ശാസ്ത്രജ്ഞന് ഈ ദൈവദാസൻ എന്തെന്നറിയാമോ? സ്തോത്രം അവിടെ നിന്ന് സ്തോത്രം മണലിന്റെ പുറത്ത് ഒരു കൂട്ടം ഹല്ലേലൂയ ഒരു കൈപ്പിടി നിറയെ ഇരുമ്പ് സ്തോത്ര കഷ്ണങ്ങൾ ഭാരി വിതറി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഒരു കമ്പിന്റെ അറ്റത്ത് ഒരു വലിയ കാന്തം സ്തോത്രം ഫിറ്റ് ചെയ്തിട്ട് സ്തോത്രം ഈ കാന്തത്തെ ആ കമ്പിനെ ഇങ്ങനെ ചലിപ്പിച്ചപ്പോൾ ആ കാന്തത്തിലേക്ക് മണ്ണിലേക്ക് താഴെ പോയിരിക്കുന്ന സകല ഇരുമ്പ് കഷ്ണങ്ങളും കേറി ചാടി പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഇതുപോലെയാണ് യേശു ക്രിസ്തു വിശ്വസിച്ച് കർത്താവിന് വേണ്ടി ജീവിച്ച വിശുദ്ധ മണവാട്ടിയായ ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ അവന്റെ ജീവൻ, അവന്റെ ആത്മാവ് ക്രിസ്തുവിൽ മറന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മുന്നേ പോയ എത്രയോ വിശുദ്ധന്മാർ കല്ലറകൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആത്മാവ് പ്രതീക്ഷയിലായിരിക്കുകയാണ്. കർത്താവ് വരുമ്പോൾ സ്തോത്രം കല്ലറയിലും ഉയർത്തെഴുന്നേൽക്കാൻ പോവുകയാണ്. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടാൻ പോവുകയാണ്. അതിനുവേണ്ടിയാണ് ഈ മീറ്റിംഗ് ഇന്ന് രാത്രികാലം ഇവിടെ ക്രമീകരിച്ചത്. ഈ സുവിശേഷം പ്രസംഗിച്ച് പേരെടുക്കാനല്ല ദൈവമക്കളെ. സ്തോത്രം ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത് നിനക്കൊരു അത്ഭുതം കാണിച്ചു തരാമെന്നല്ല കർത്താവ് പറഞ്ഞത്. പിന്നെയോ സ്തോത്രം, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കെടുത്ത് നിങ്ങൾ ഇരിക്കുന്നതിന് പിന്നെ
പോയിരിക്കുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുക, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് സ്തോത്രം ഹല്ലേലൂയ നിങ്ങളെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. ഒരു മതഗ്രന്ഥത്തിലും ഇല്ലാത്തൊരു വലിയ സത്യം വിശുദ്ധ ബൈബിളിൽ ശക്തമായി എഴുതി വച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഏത് മേഖലയിൽ ഉയർത്തപ്പെട്ട വ്യക്തിയോടും ഈ സുവിശേഷമാണ്. ഇത് ദരിദ്രരുടെ സുവിശേഷമല്ല, സകല വ്യക്തികളോടുമുള്ള സുവിശേഷമാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യാനികളോട് മാത്രമുള്ളവരല്ല, ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന സകല വ്യക്തികളോടുമുള്ള സുവിശേഷമാണ് ഇന്ന് രാത്രി നിങ്ങൾ വളരെ ലളിതമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക ആസക്തങ്ങളുണ്ട്. രക്ഷിക്കപ്പെട്ട അഭിഷേകം പ്രാപിക്കുമ്പോൾ നിങ്ങൾ റിസർവേഷൻ ആകുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ട്രിവാൻഡ്രത്തിൽ നിന്നും സ്തോത്രം 4:10 എടുക്കുന്ന അനന്തപുരി എക്സ്പ്രസ് ചെന്നൈയിൽ എത്തുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ അതായത് പ്രഭാതത്തിൽ 6:30 മണിയാകും, 4 മണിക്ക് തിരിക്കുന്ന. എന്നാൽ ആ സ്തോത്രം എല്ലാ ട്രെയിനുകൾക്കും പ്രൈസ് ദി ലോർഡ് നമുക്കൊരു സീറ്റ് കിട്ടണമെങ്കിൽ നേരത്തെ നമ്മൾ എന്ത് ചെയ്യണം? റിസർവേഷൻ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. വിദേശങ്ങളിൽ പോകുന്നവർക്കറിയാം, സ്തോത്രം ഫ്ലൈറ്റിൽ വെറുതെ കൊണ്ട് പോകത്തില്ല. സ്തോത്രം അവിടെയും ഒരു സീറ്റ് റിസർവേഷൻ ചെയ്യണം ഫ്ലൈറ്റിൽ പോകണമെങ്കിൽ. അങ്ങനെ ലോകത്തിലെ ഒരു സ്തോത്രം ഹല്ലേലൂയ ഫ്ലൈറ്റിനോ ട്രെയിനോ ബസ്സുകൾക്കോ ഒരു ടിക്കറ്റ് റിസർവ് ചെയ്താലേ സീറ്റ് കിട്ടുന്നത് പോലെ ഒരു നിന്റെ സ്വന്തം ജലസ്നാനം എന്ന് പറയുന്നത് സ്വന്തം സ്വർഗത്തിലേക്കുള്ള ഒരു റിസർവേഷൻ ടിക്കറ്റാണ്. പ്രൈസ് ദി ലോർഡ്. അതെടുക്കാതെ ആരും അവിടെ പോകാൻ പറ്റത്തില്ല. പ്രവർത്തികൾ ചെയ്തത് കൊണ്ടോ, പള്ളി വെച്ചത് കൊണ്ടോ, കുറെ തുണിവാരി കൊടുത്തത് കൊണ്ടോ, സ്തോത്രം ഹല്ലേലൂയ അനാഥരെ പോറ്റിയത് കൊണ്ടോ അതെല്ലാം ഈ ലോകത്ത് അനുഗ്രഹം കിട്ടും. മെസ്സിയ പറയുന്നു, സ്തോത്രം നിന്റെ പ്രവർത്തികളൊക്കെ കടവരണ്ട തുണി പോലെ ചിലർക്ക് അതിനാണ് വിശ്വസിക്കുന്നത്. യഥാർത്ഥമായി നീ രക്ഷിക്കപ്പെട്ടാൽ മാത്രമേ, സ്നാനപ്പെട്ടാൽ മാത്രമേ, അഭിഷേകം പ്രാപിച്ചാൽ മാത്രമേ ആ മണവാട്ടിയായി കർത്താവിനോടുകൂടെ നിനക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടിയാണ് ഈ സഭ ചെയ്തത്. അതിനുവേണ്ടിയാണ് ഈ സഭ. ഉപദേശമാർക്ക് വിലയില്ലാത്തത് കൊണ്ടല്ല, എത്രയോ സ്തോത്രം ജോലി ഉള്ളവർ സ്തോത്രം ഹല്ലേലൂയ അതിനെ ആ ജോലി ചെയ്തിട്ട് ദൈവത്തിലേക്ക് ഇറങ്ങിയത് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഇന്ന് പലരും മനസ്സിലാക്കുന്നില്ല, കർത്താവ് യേശു വേഗത്തിൽ വരാൻ പോവുകയാണ്. ഇന്ന് അനേകരുടെ സമാധാനം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരു പെൺകുട്ടിക്കും സ്വന്തം ഭവനത്തിൽ പോലും സ്തോത്രം താമസിക്കാൻ കഴിയുന്നില്ല. സ്കൂളിൽ പോകുന്നില്ല, പറ്റുന്നില്ല. കോളേജിൽ പോകാൻ പറ്റുന്നില്ല. സ്തോത്രം ഹല്ലേലൂയ. വഴി ഭയങ്കരമായ പീഡനങ്ങളും പോരാട്ടം നടക്കുകയാണ്. മന്ത്രിമാർ ഇഷ്ടപ്പെടുത്തിയിട്ടും പോലീസുകാർ ഇഷ്ടപ്പെടുത്തിയിട്ടും നിയന്ത്രിക്കാൻ പറ്റാത്ത അശുദ്ധമുള്ള ഒരു തലമുറ നമ്മുടെ നാട്ടിൽ വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പറയുന്നു, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെതറുക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മത്സരമുള്ള ഒരു തലമുറ, സ്തോത്രം വക്രതയും കോട്ടമുള്ള തലമുറ, സ്തോത്രം നേരെ മുടിവെട്ടാൻ പോലും അറിയാത്ത ആൺമക്കൾ, പെൺമക്കൾ, സ്തോത്രം വസ്ത്രം വെക്കുകയും സ്തോത്രം ആവശ്യത്തിന് മാത്രം, അത്യാവശ്യത്തിന് മാത്രം അതേ ശരീരത്തിൽ മറച്ച് ജീവിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും. അവർക്ക് ലജ്ജ പോലില്ല. ഞാൻ പറയട്ടെ, ഇതെല്ലാം പൈശാചികമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് യഹോവ സ്വർഗ്ഗത്തിൽ നോക്കുന്നു. ഒരിക്കൽ ഭക്തനായ ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായ ദാവീദ് പറഞ്ഞു, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന് കിട്ടിയ ജ്ഞാനം എങ്ങനെയാണ്? ഒരു ആട്ടിടയാണ്. തന്റെ ഭവനത്തിൽ ഒരു ദിവസം സ്തോത്രം അതെ ശമൂവേൽ പ്രവാചകൻ കടന്നു വന്നു. സ്തോത്രം താൻ ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. രാവിലെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, രാത്രി പ്രാർത്ഥിക്കുന്നുണ്ട്, 7 നേരം സ്തുതിക്കുന്നുണ്ട്. ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് സ്തോത്രം പറഞ്ഞു, ഇവനാണ് ഇസ്രായേലിന്റെ സെക്കൻഡ് കിങ്. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, നിന്റെ പ്രമോഷൻ, നിന്റെ ജോയ്, നിന്റെ അനുഗ്രഹം തരുവാൻ അവൻ ശക്തനാണ്. അവൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും ഹല്ലേലൂയ പട്ടിണി കിടക്കുവാൻ അവൻ അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. തനിക്ക് സ്തോത്രം പറഞ്ഞത് 23-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ, നന്മയും കരുണയും എന്റെ ആയുഷ്കാലം
അധികാരമൊക്കെ എന്നെ പിന്നിടും. അടുത്ത് ഞാൻ യഹോവയുടെ ആലയത്തിൽ സ്വർഗത്തിൽ ദീർഘകാലം വസിക്കും. Praise the Lord. ആ പ്രത്യാശ ദൈവമക്കളെ സൂചിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പ്രാപിച്ചില്ലെങ്കിൽ ഈ ശബ്ദത്തിൽ കേൾക്കുന്ന, ഈ ശബ്ദവരികൾ കേൾക്കുന്ന സകല വ്യക്തികളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ യേശുവിനെ സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പുതുതായി ധരിക്കണം, നിങ്ങൾ ജലസ്നാനം സ്വീകരിക്കണം, സ്വർഗത്തിൽ അവകാശിയായി മാറണം. എന്നാൽ സ്തോത്രം, യേശു ദൈവത്തിന്റെ ഭവനം എന്ന് പറഞ്ഞു. സ്തോത്രം, ദാവീദ് ദൈവത്തിന്റെ ആലയം എന്ന് പറഞ്ഞു. എന്നാൽ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, വായിച്ചത്, കൂടാരമാകുന്ന നമ്മുടെ കൈപ്പടിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. കൂടാരമാകുന്ന നമ്മുടെ ഭൗതിക ഭവനം, ഈ ശരീരം ഒരു ദിവസം നാം മരിച്ചു കഴിയുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ മണ്ണിലേക്ക് അടക്കപ്പെടുവാനിടയാകും. പക്ഷേ ഒരിക്കലും ആത്മാവ് മരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ ശരീരമുണ്ട്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഭൂതത്തിന് എനിക്കുള്ളതുപോലെ അസ്ഥിയും മാംസമില്ലല്ലോ. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ശിഷ്യന്മാർ കാണുകെ തിബരിയോസ് കടൽക്കരയിൽ വെച്ച് വറുത്ത മീനും തേനും ഭക്ഷിച്ചു. സ്തോത്രം. അങ്ങനെ ഉയർന്ന ശരീരം ആഹാരം കഴിക്കാൻ കഴിയും. യേശു കർത്താവിന് അസ്ഥിയും മാംസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ ഉയർത്തലിന്റെ ദൈവമാണ്. അത് വെറുതെയുള്ള ദൈവമക്കളെ പറയുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, ആ ഉറപ്പുള്ള ദൈവമക്കളായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, കൂടാരമാകുന്ന ഭവനം അഴിഞ്ഞു പോയാൽ സ്തോത്രം കൈവേലയല്ലാത്തൊരു കെട്ടിടം സ്വർഗത്തിൽ നമുക്ക് ഒരുക്കിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ പ്രത്യാശയുടെ പിന്നിലാണ് ഈ യോഗ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്തോത്രം, അതേ വെളിപ്പാടുകാരനായിരിക്കുന്ന സ്തോത്രം യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് 21-ൽ 1 മുതൽ നമുക്ക് വായിക്കട്ടെ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. സമുദ്രമില്ല. പുതിയ വിശുദ്ധ നഗരം. Praise the Lord. Hallelujah. ഒരു നിമിഷം കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. അനുഗ്രഹത്തിൻ അധികാരിയേ അനന്തരൂപാ പെരുന്നാദിയേ അനുഗ്രഹത്തിൻ അധികാരിയേ അനന്തരൂപാ പെരുന്നാദിയേ തന്നോയിരേ ഭാവികൾക്കാ സന്തോഷമുള്ള ഈ മക്കൾ. ഹല്ലേലൂയ. ഒന്നുകൂടെ വാക്യം വായിക്കാം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞു പോയി. സമുദ്രം ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവായി അലങ്കരിക്കപ്പെട്ട മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗ്ഗത്തിൽ നിറങ്ങുന്ന ദൈവസ്ഥലിൽ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ പ്രാർത്ഥനയിൽ യേശു തന്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തത്, സ്വർഗ്ഗസ്ഥനായ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരു ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സ്തോത്രം. സ്വർഗ്ഗരാജ്യം ഈ ഭൂമിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അത് കർത്താവിന്റെ വരവിൽ ശേഷം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. ആ ചരിത്രം വളരെയുണ്ട്. സമയത്തിന്റെ കുറവിനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഭർത്താവിനായി അലങ്കരിക്കപ്പെട്ട മണവാട്ടിയെ പോലെ സ്വർഗ്ഗത്തിൽ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സ്തോത്രം. ആ മണവാട്ടിക്കായി ഒരുക്കപ്പെട്ട സിറ്റി ഓഫ് ന്യൂ ജെറുസലേം. പ്രൈസ് ദി ലോർഡ്. ആ വിശുദ്ധ പട്ടണം നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എത്രയും വേഗം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വേണ്ടപ്പെട്ട ശേഷം 1000 ആണ്ടിന് ശേഷം സ്തോത്രം ന്യായവിധിക്ക് ശേഷം വിശുദ്ധന്മാർക്ക് ആ
അവകാശം കിട്ടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. അതിനുവേണ്ടി നാം ദൈവസഭയിൽ നാം കാത്തിരിക്കണം. സ്തോത്രം. അതുകൊണ്ടാണ് യേശയ്യാ പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇന്ന് രാത്രിയിൽ നമ്മൾ വായിച്ചു കേട്ട വചനം, ഞാൻ സകലത്തിന്റെയും ദൈവമാകുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്, മരിച്ചു മൺമോൾ പോയ വിശുദ്ധന്മാരെ കാഹള ശബ്ദത്തിൽ ഉയർപ്പിക്കുകയും ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരപ്പെട്ട ദൂതനിലായി അവനോട് എടുക്കപ്പെടുകയും ചെയ്യും. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. ഒരു മനോഹരമായ ഗാനം പാടി ക്രിസ്തീയ ജീവിതം സഭ കൊയലങ്ങൾ ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ക്രിസ്തീയ ജീവിതം സഭ എല്ലാവരും ചേർന്ന് പാടി ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ
രാത്രിയായി കാണട്ടെ.